രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന അച്ഛൻ്റെ വിറങ്ങലിച്ച ശരീരം ആ പഴകിയ വീടിൻ്റെ ഉമ്മറത്തായി തണുത്തുറഞ്ഞു കിടക്കുമ്പോൾ അവിടമാകെ മരണത്തിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നു. ചന്ദനത്തിരിയുടെ നിഴൽ ആ വീട്ടിലാകെ പടർന്നു കയറുമ്പോൾ ഉറവ പറ്റിയ കണ്ണുമായി അവസാനമായി ദേവിനി അച്ഛൻ്റെ മുഖം നോക്കിയിരുന്നു. മറ്റാരും മലമുറയിട്ട് കരയാനില്ലാത്ത ആ ശരീരത്തിൻ്റെ ചുവട്ടിൽ കാഴ്ചക്കാരായി മാത്രം കുറച്ചുപേർ. കണ്ണെടുക്കാതെ അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ദേവിനെയും ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ ആ ഭാവം. അതെ, ഇനി അധികം കാക്കാൻ നിൽക്കണ്ട, ജഡ എടുത്തോളാം. അതിനിടയിലേക്ക് ഒരുത്തൻ ഉറക്കി വിളിച്ചു പറഞ്ഞു. നാലാളുടെ ചുമലിലേറ്റ് വീടിൻ്റെ പുന്നാമ്പുറത്തേക്ക് ഒരുക്കിയിരുന്ന ചിതയിലേക്ക് അച്ഛൻ്റെ ആ ജീവനറ്റ ശരീരമെടുത്തു. ജീവിച്ചിരിക്കെ ശാന്തി ലഭിക്കാത്ത ആ മനുഷ്യൻ്റെ ആത്മാവിന് ശാന്തിക്കായി ദേവിന് ചിത കൊളുത്തി. ആ ചിത ആളിക്കത്തി. 8 ദിക്കും കേൾക്കുമാർ ദേവി നെഞ്ചുപൊട്ടി അലറി വിളിച്ചു. ഒരു നിമിഷം അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ ചിന്തയിലേക്ക് തെളിഞ്ഞു. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛൻ തനിക്കായി കഷ്ടപ്പെട്ടത്, ആ കഷ്ടപ്പാടിൽ തൻ്റെ കണ്ണ് നനയിക്കാതെ ഇത്ര നാളും തന്നെ വളർത്തിയത്, അച്ഛൻ്റെ തോളിലേറി ലോകം ചുറ്റിയത്, ആ കൈ പിടിച്ച് പിച്ചതച്ചത് എല്ലാം ദേവിനിയുടെ മനസ്സിൽ മിന്നിമാറിക്കൊണ്ടേയിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ ചിതയ്ക്ക് മുന്നിൽ അങ്ങനെയും മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞുപോയി. കത്തിയമർന്ന ചിത, ആളൊഴിഞ്ഞ വീട്, കാഴ്ചക്കാരെല്ലാം പോയിരിക്കുന്നു. കരഞ്ഞു തളർന്നവൾ വീടിൻ്റെ ഒരു കോണിൽ ഒതുങ്ങിച്ചടഞ്ഞിരുന്നു. ദേവിനി. ആ ശബ്ദം കേട്ട് ദേവിനി കരഞ്ഞു കണ്ണുകൾ ഉയർത്തി നോക്കി. ഡോക്ടർ ശരത്ചന്ദ്രൻ. ദേവിനി, ഞാനും ഇറങ്ങട്ടെ? അതിന് ദേവിനി മറുപടിയൊന്നും നൽകിയില്ല. വർക്കിയെപ്പറ്റി ഒരു അറിവുമില്ലടോ. സ്റ്റേഷനിലേക്ക് കുറച്ച് മുന്നേ ഞാൻ വിളിച്ചിരുന്നു. അയാൾ ഒളിവിൽ പോയെന്നാ പറഞ്ഞു കേട്ടെ. എന്തായാലും താൻ പേടിക്കണ്ട, പറ്റുമെങ്കിൽ ഞാൻ രാവിലെ വരാം. ഡോക്ടർ പറഞ്ഞതൊക്കെ ഒരു മരവിൽക്കൂടെ മാത്രം കേട്ടു നിന്നവൾ മൗനമായി അയാൾ അവിടെ നിന്ന് പോകുന്നത് നോക്കി നിന്നു. നേരം ഒരു നിഗൂഢമായ ഇരുട്ടിലേക്ക് മെല്ലെ മെല്ലെ ചേക്കേറി. അവളുടെ ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ ആ ഇരുട്ടിഴഞ്ഞു കയറി. ആ ചെറിയ വീട്ടിൽ അവളും അവളുടെ അച്ഛൻ്റെ ഓർമ്മകളും മാത്രം. തിരിച്ചു വന്നതാണെന്ന് കരുതിയതല്ല അച്ഛൻ. എന്നിട്ടും എന്തിനാ ദൈവങ്ങൾ ഈ ക്രൂരത എന്നോട് ചെയ്തു? ആരുമില്ലാതെ ആക്കി കളഞ്ഞില്ല ഈ ദേവനെ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ദേവനിയുടെ പ്രാണത്തെ ദൈവം തിരിച്ചു വിളിച്ചില്ലേ? ആരുമില്ലാതെ ഈ വീട്ടിൽ കയറുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക്. പെട്ടെന്ന് ആ രാത്രിയുടെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു ജീപ്പിൻ്റെ വെളിച്ചം അവളുടെ മുറ്റത്തേക്ക് കുതിച്ചു വന്നു. ദേവിനി ഒരു ഞെട്ടലോടെ വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കി. ആരോ വന്നിരിക്കുന്നു. അവൾ സംശയത്തോടെ കണ്ണുനീരിനെ ഒപ്പിത്തുടച്ചു. തെല്ലൊരു വലിയ നിശബ്ദത. അവൾ അങ്ങനെ വാതിലിൽ തന്നെ പകച്ചു നോക്കി. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ ആ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്ന വാതിലിൽ അവൾ കണ്ടത് അതേ വ്യക്തിയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ പ്രാണനെടുത്ത അതേ വ്യക്തി. അവൾ നിലത്തു നിന്നും ഒരു നടുക്കത്തോടെ ചാടി എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ ക്രൂരതയും ചുണ്ടുകളിൽ തണുത്ത ചിരിയും വിരിഞ്ഞു. അവൾ ഭയത്തിൽ പിന്നിലേക്ക് നെച്ചിടുപ്പോടെ ഒതുങ്ങി. അയ്യോ, മോൾ പേടിക്കൊന്നും വേണ്ട, ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ലെന്നേ. മോൾ ഒറ്റയ്ക്കായോണ്ട് ഈ വർക്ക് ചേട്ടൻ കൂട്ടുകിടക്കാമെന്നല്ലേ. അവൾ പിടപ്പോടെ ചുറ്റും നോക്കി. ഭിത്തിയിലേക്ക് മാറി മാറിപ്പോകുന്നു. അയാളും അയാളുടെ കൂട്ടാളികളും വീടിനുള്ളിലേക്ക് വന്യമായ ഭാവത്തോടെ കയറി. മാൻപേടിയെ മുന്നിൽ കിട്ടിയ കാട്ടുമൃഗത്തെ പോലെ. പോലീസുകാരെ എന്നെ എടുത്താൻ കൊടുക്കുമെന്ന് കരുതിയോടി. ഈ വർക്കിയുടെ പണം വാങ്ങി തിന്നാത്ത ഒരു പോലീസുകാരൻ ഈ നാട്ടിലില്ലടി. ദേവിനിയുടെ ശബ്ദം ഒരു വിറയിലൂടെ കുറുകി. വേണ്ട വേണ്ട. നിന്നെ അന്നേ ഞാൻ നോട്ടായിട്ട് വെച്ചിരുന്നതാടി. നിന്നെ പണയപ്പണ്ടമായി കണ്ടിട്ട് തന്നെയായി ഇവർക്ക് നിന്റെ തന്തപ്പട്ടിക്ക് കാശങ്ങി കൊടുത്തത്. അത് മുതലാക്കാനുള്ള അവസരം ഇപ്പോഴാ കിട്ടി. മുണ്ടും മടക്കി കുത്തിയ അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തി. അയാളുടെ വാക്ക് കേട്ട് ഭയത്തിൻ്റെ ഒരു വലിയ തിരമാല അവളെ ചുറ്റിയടിച്ചു. അവളുടെ കണ്ണുകളിൽ നടുക്കത്തിൻ്റെ ചുവപ്പ് രാശികൾ പടർന്നു. അയാളുടെ ഓരോ ചൂടുകൾ എടുക്കുന്തോറും രക്ഷപ്പെടാനുള്ള വഴിക്ക് അവളുടെ മിഴികൾ അവിടെ ആകെ ചുറ്റി വലിഞ്ഞു. വെപ്രാളത്തിനിടയിൽ ദേവിനി തിരിഞ്ഞോടാൻ ശ്രമിച്ചത് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് വയ്ക്കും. ദേവിനി അയാളുടെ കൈകളെ തട്ടിമാറ്റി
ഉടനെ അയാൾ അവളുടെ 2 കൈയും കൂട്ടിപ്പിടിച്ച് വീശിയെറിഞ്ഞു. ദേവിനി ഭിത്തിയുടെ ഒരു മൂലയ്ക്ക് തെറിച്ചു വീണു. ആർത്ത് വിളിച്ചൊരു രാക്ഷസ ചിരിയോടെ അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. പതിയെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. വീണ ആഘാതത്തിൽ അവളുടെ കൈമുട്ട് പൊട്ടി ചോര ഒലിച്ചു. കൈമുട്ട് താങ്ങി നിവർന്നിരിക്കും മുന്നേ ദേവി കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ കണ്ടത് അവളുടെ മുന്നിൽ വന്നിരിക്കുന്ന വർക്കിയെയാണ്. ഞെട്ടിമാറും മുന്നേ അയാൾ അവളുടെ തോളിൽ പിടുത്തമിട്ടിരുന്നു. കുതിരി മാറാൻ ശ്രമിച്ച ദേവിയുടെ ബ്ലൗസിനെ അയാൾ വലിച്ചു കീറി. അവളുടെ കാലിൽ പിടിച്ചു വലിച്ച അയാൾ അവളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഇഴഞ്ഞു നിന്നവയെ അവളുടെ കൈകൾ തറയിൽ വെപ്രാളത്തിൽ തപ്പിത്തടഞ്ഞു. എന്തിലോ പിടുത്തം കിട്ടിയ അവൾ അതിനെ മുറുകെ പിടിച്ചു. തൻ്റെ ചുണ്ടിനെ അയാളിലേക്ക് അടുപ്പിക്കുന്ന വർക്കിയുടെ തലയിലേക്ക് ദേവിനി ആ പിടുത്തം കിട്ടി നിലവിളക്കിനെ ഉയർത്തി ആഞ്ഞടിച്ചു. അയാൾ അലറി വിളിച്ചുകൊണ്ട് മലക്കെ മറിഞ്ഞു വീണു. കിട്ടിയ അവസരത്തിൽ ദേവിനി സാരി മാറോടടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയോടി. പിടഞ്ഞെഴുന്നേറ്റ വർക്കിയും കൂട്ടാളികൾ അവൾക്ക് പിന്നാലെ ഓടി. ഇരുട്ടിൽ മുങ്ങിയ പ്രദേശം, മിന്നിക്കത്തുന്ന ലൈറ്റുകൾ, പ്രാണരക്ഷാർത്ഥം കിതച്ചോടുന്ന ദേവി. ആ പാവ പെണ്ണിൻ്റെ ശരീരം അപ്പോഴേക്കും തളർന്നു പോയിരുന്നു. വലിയ കല്ലുകൾ തട്ടിയ കാലുകൾ പൊട്ടിയൊലിച്ചു. എങ്കിലും ആ ഇരുണ്ട മണ്ണിലും അവളുടെ പാദങ്ങൾ വേഗത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു. അവളുടെ ബലഹീനമായ പാദങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാനാകുമായിരുന്നില്ല. പെട്ടെന്ന് അവളുടെ കാലുകൾ തന്നെ അവൾ നിലത്തേക്ക് വീണു. അയാളുടെ ഗർജനത്തോടെ മുന്നിൽ വന്നു നിന്നു. തൻ്റെ അവസാന പ്രതിരോധം എന്ന പോലെ തറയിൽ കിടന്നൊരു കല്ലിനെ എടുത്തവൾ അയാൾക്ക് നേരെ ഓങ്ങിയെറിഞ്ഞു. നിസ്സാരമായി ഒഴിഞ്ഞു മാറിയ അയാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവൾ വേദനയോടെ നിലവിളിച്ചു. നീ എവിടെ വരെ ഓടി? അവളുടെ കഴുത്തിൽ മുറുക്കി പിടിച്ച് ദേവിനിയെ തൂക്കിയെടുത്ത് നിർത്തി. കഴുത്തിൽ കിടന്ന താലിയിൽ ചുറ്റി അവളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ താലി പൊട്ടി അയാളുടെ കയ്യിൽ. അത് തൂങ്ങിയാടി. തെറിച്ചു വീണ ദേവിനി പാഞ്ഞു വന്ന ഒരു കാറിൽ തട്ടി നിലത്തേക്ക് പതിച്ചു. അവളുടെ ബോധം ആ നിമിഷം മറഞ്ഞു. നെറ്റിയിൽ എന്തോ എരിഞ്ഞൊരുകുന്നത് പോലൊരു വേദന. പുരികച്ചുളിലെ കെട്ടിലേക്ക് വിരലൂന്നിക്കൊണ്ടവൾ പതിയെ കണ്ണു തിരുമ്മി. അമ്മേ, ആദ്യം കൊണ്ടുവന്ന പെണ്ണുണർന്നോ? പെൺകുട്ടിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നു നോക്കിയത്. അപ്പോൾ കണ്ട കാഴ്ച തനിക്ക് ചുറ്റും ഒരു അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന കുറച്ച് മനുഷ്യരെയാണ്.